ഗൈസ് ഇതെന്താണ് ഈ സാധനം? ഈ ബ്രാൻഡ് അല്ല ഞാൻ ചോദിച്ചത്, ഈ വസ്തുവിനെ നമ്മൾ എന്താ പറയാ? ഇത് ഒരുപാട് ആൾക്കാർ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. കണ്ടു നോക്ക്. പാമ്പേഴ്സ്. പാമ്പേഴ്സ് ഉറപ്പാണോ? പാമ്പേഴ്സ് തന്നെയാണോ? അതെ, മാമി പോക്കോന്റെ കുട്ടികളുടെ പാമ്പേഴ്സ്. ഇത് സ്നെഗ്ഗിയാണ്. മാമി പോക്കോൻ പാമ്പേഴ്സ് അല്ല, സ്നെഗ്ഗിയാണ്. മാമി പോക്കോന്റെ സ്നെഗ്ഗിയാണ്. പാമ്പേഴ്സ് സ്നെഗ്ഗി. പാമ്പേഴ്സ് ശരിക്കും പാമ്പേഴ്സ് ആണ് നമ്മൾ പറയല്. പാമ്പേഴ്സ് കുട്ടികൾ ഉപയോഗിക്കുന്ന പാമ്പേഴ്സ് ആണ്. കണ്ടോ, ഒരുപാട് ആൾക്കാർ ഇതിനെ പാമ്പേഴ്സ് എന്ന് പറഞ്ഞു, കുറെ ആൾക്കാർ സ്നെഗ്ഗി എന്ന് പറഞ്ഞു, കുറെ ആൾക്കാർ പാമ്പേഴ്സ് എന്ന് പറഞ്ഞു, ചില ആൾക്കാർ മാമി പോക്കയുടെ പാമ്പേഴ്സ് എന്ന് പറഞ്ഞു. ശരിക്കും പാമ്പേഴ്സ് എന്നുള്ളതൊരു ബ്രാൻഡ് നെയിമാണ് അല്ലേ? ഇതിനെ നമ്മൾ പറയേണ്ടത് ഡയപ്പർ എന്നാണ്. ഡയപ്പർ, ഓക്കെ, ഡയപ്പർ. അപ്പോൾ ഇനി നമ്മൾ എവിടെയും പോയിട്ട് എനിക്കൊരു പാമ്പേഴ്സ് വേണമെന്ന് പറയണ്ട, എനിക്കൊരു ഡയപ്പർ വേണമെന്ന് പറയാം. അപ്പോൾ ഡയപ്പറിന് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അതിലൊന്നാണ് പാമ്പേഴ്സ്, മാമി പോക്കോ, സ്നെഗ്ഗി. അതെല്ലാം ഓരോ ബ്രാൻഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡയപ്പറാണ്. ഇനി പാമ്പേഴ്സ്, അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും പാമ്പർ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. പാമ്പർ എന്ന് പറഞ്ഞാൽ അമിതമായി നമ്മൾ ലാളിക്കൂലേ, അതിനെ നമ്മൾ പാമ്പർ. പാമ്പർ എന്ന് പറഞ്ഞാൽ അമിതമായി ലാളിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അവനെ അമിതമായി ലാളിക്കരുത്. ഡോണ്ട് പാമ്പർ ഹിം ടു മച്ച്. അപ്പോൾ ഇതുപോലെ രസകരമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഓൺലൈനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെസ്സേജ് ചെയ്യുക. അതുപോലെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.